ഈ ക്രിസ്റ്റൽ ക്ലിയർ എന്ന വാക്ക് ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രസക്തമായ സമയത്ത് കൃത്യമായും ഭംഗിയായും ഉപയോഗിച്ച ഒരാൾ CP ജോണാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDFന്റെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു തുടങ്ങിയത് ക്രിസ്റ്റൽ ക്ലിയർ എന്ന വാക്ക് ഉപയോഗിച്ച് തന്നെയാണ്. CMPയുടെ നേതാവിനെ മറ്റൊരു പാർട്ടിക്കാരൻ തെരഞ്ഞെടുക്കേണ്ടെന്ന് അങ്ങനെ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ നേതാവിനെ ആ പാർട്ടിക്കാർ തെരഞ്ഞെടുത്തോളും. അങ്ങനെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ മറ്റുള്ളവർ അയാളെ അംഗീകരിക്കുക എന്നതാണ് തൻ്റെ നയമെന്ന് വളരെ കൃത്യമായി വ്യക്തമായി അദ്ദേഹം പറഞ്ഞു. ഈ ഒരു വ്യക്തത കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നുവെങ്കിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെയധികം മുന്നോട്ട് പോകുമായിരുന്നു. UDF ഇപ്പോഴും കിതച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയെ ആരാണെന്ന് അതിനെ ചൊല്ലിയാണ്. കഴിഞ്ഞ 5 വർഷം കൃത്യമായി പണിയെടുത്ത് UDF നശിച്ചു പോകാതെ നോക്കിയത് VD സതീശൻ തന്നെയാണ്, മറ്റാരുമല്ല. അതിന് ക്രെഡിറ്റ് സതീശന് തന്നെ. UDF മുന്നണിയിൽ നിന്ന് ശക്തമായ ഒരു വിഭാഗത്തെ ആട്ടിയിറക്കി വിട്ട ചെന്നിത്തലയും ബെന്നി ബെഹനാനും അവരുടെ വിശ്വരൂപം 2020 പ്രദർശിപ്പിക്കുകയും ആ നയം പരാജയപ്പെടുകയും ചെയ്തതാണ്. ഇനിയും തനിക്കൊരു അവസരം വേണമെന്ന് ചെന്നിത്തല പറയുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. തന്റെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മുഖ്യമന്ത്രിയാകണമെന്നുള്ളതാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള ചെന്നിത്തല ഒന്ന് മനസ്സിലാക്കണം, ഈ ആഗ്രഹം താങ്കൾക്ക് മാത്രമല്ല എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടെന്ന്. പക്ഷേ നടക്കുന്നതേ ആഗ്രഹിക്കാവൂ എന്ന തിരിച്ചറിവ് താങ്കൾക്കിനി എന്നുണ്ടാകും? കരുണാകരൻ വളർത്തി വലുതാക്കിയ കോൺഗ്രസിനെ ഇന്നത്തെ ഈ പരുവത്തിൽ ആർക്കും വേണ്ടാത്ത രീതിയിലാക്കിയത് AK ആന്റണിയും രമേശ് ചെന്നിത്തലയും ചേർന്നാണ്. സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. CP ജോൺ SFIയിൽ പ്രവർത്തിച്ചു നടക്കുന്ന കാലം മുതലേ എനിക്കറിയാം. പക്ഷെ CP ജോണിനെ ഞാൻ അടുത്ത് മനസ്സിലാക്കിയ ഒരു സന്ദർഭം 991 മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായി MV രാഘവൻ ചുമതലയേറ്റ കാലത്ത് ഒരിക്കൽ വിഴിഞ്ഞം കാണാൻ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി പോയി. വിഴിഞ്ഞത്ത് കൂടി കറങ്ങി നടക്കുമ്പോൾ അതാ നിൽക്കുന്നു സാക്ഷാൽ CP ജോൺ. എന്താണ് സഖാവേ ഇതിലെ കറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും ആഴമുള്ള നാച്ചുറൽ പോർട്ടിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടി പറഞ്ഞു. അതിനിവിടെ പോർട്ടോ എന്ന അതിശയത്തോടെ ചോദിച്ച എന്നോട് അതിനുള്ള സാധ്യതകൾ പഠിക്കണമെന്ന് MVR പറഞ്ഞിരിക്കുകയാണെന്ന് തുടങ്ങി വാചാലമായി പോർട്ടിന്റെ സാധ്യതകളും ആവശ്യവും വിശദമായി എനിക്ക് പറഞ്ഞു തന്നു. കരയോട് ഏറ്റവും അടുത്ത് ഇത്രയും ആഴം മറ്റൊരിടത്തുമില്ല. വലിയൊരു പോർട്ട് വിഴിഞ്ഞത്ത് വന്നാൽ തിരുവനന്തപുരത്തിനുണ്ടാകാവുന്ന വികസന സാധ്യതകളെ പറ്റി അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ എന്നോടും പങ്കുവച്ചു. എന്നാൽ ഇന്നൊന്നുമല്ല, 991 ഒരു നടക്കാത്ത സ്വപ്നം പങ്കുവയ്ക്കുന്ന സുഹൃത്തിനോട് യാത്ര പറഞ്ഞാണ് ഞാൻ പോകുന്നത്. എവിടെ നടക്കാൻ എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ അന്ന് ചോദിച്ചത്. ഏതായാലും CP ജോണിന്റെ സ്വപ്നം MV രാഘവനിലൂടെ യാഥാർത്ഥ്യമാകുന്നതിന് തുടക്കമിട്ടു. മാറി മാറി വന്ന സർക്കാരുകളുടെ അജണ്ടയിൽ അത് ജ്വലിപ്പിച്ചു നിർത്തുകയും ഒടുവിൽ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തപ്പോൾ ഇച്ഛാശക്തിയുള്ള നേതാവിനെയാണല്ലോ ഞാൻ പണ്ട് വിഴിഞ്ഞത്ത് വെച്ച് പുച്ഛിച്ചു പോകുന്നതെന്ന് പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും അവകാശവാദമായി CP ജോൺ ഒരിക്കലും രംഗത്ത് വന്നിട്ടില്ലെങ്കിലും അതറിയാവുന്ന ഒരാളെന്ന നിലയിൽ അതൊന്ന് സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയുമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതിനിടയിൽ ജോണിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കപ്പൽ ആണെന്നുകൂടി അറിഞ്ഞപ്പോൾ വലിയൊരു സന്തോഷവും തോന്നി. തൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു വികസന പദ്ധതി തൻ്റെ നേതാവിനെ കൊണ്ട് നടപ്പിലാക്കിക്കാൻ ശ്രമിക്കുകയും അതുവഴി സംസ്ഥാനത്തിന് വലിയ വികസന സാധ്യത തുറന്നു കൊടുക്കുകയും ചെയ്തത് ജോണിന് ചേരുന്ന ഏറ്റവും നല്ല ചിഹ്നവും അതുതന്നെയാണ്. NH66 എന്ന് പറയുന്ന നാഷണൽ ഹൈവേ പനവേലിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ കന്യാകുമാരി വരെ നീളുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിന് ഹേതുവായി വന്നത് വിഴിഞ്ഞത്തെ തുറമുഖം തന്നെയാണെന്ന്.
വിഴിഞ്ഞം, കൊച്ചി, മംഗലാപുരം, കാർവാർ, മുംബൈ പോർട്ടുകളെ ബന്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് NH-66 എന്ന വലിയ സംരംഭം ഉണ്ടായതെന്ന് മലയാളികൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. അറിയാതെയാണെങ്കിലും CP ജോൺ അതിന്റെ ഭാഗവാക്കായി മാറുകയാണ്.